പേടിച്ചവർ സൈബർ ഇടതുപക്ഷമെന്ന് ആഘോഷിക്കുന്നവർക്ക് ഇതാണോ ഇപ്പോൾ പുരോഗമന ഭാഷ? കല്ലും കുത്തും പാറവെപ്പും കേസുകളും കൊണ്ട് നടക്കുന്ന മലയാള സിനിമ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാളും ആ മേഖലയിൽ നിന്ന് വിനായകനെതിരെ പേടിച്ച് ഒരു വാക്ക് പോലും പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പറഞ്ഞാൽ പിന്നെ എന്തൊക്കെ കഥകളും ഇരവാദവും ഉയരുമെന്ന് അറിയുന്നവരാണ് സിനിമക്കാർ. പക്ഷേ സമൂഹം, പ്രത്യേകിച്ച് സൈബർ സമൂഹം ഇത് അപലപിച്ചേ മതിയാകും. ഒന്നുകിൽ മാനസിക രോഗിയായി കരുതി വിനായകന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ പരാതികൾ ഉയർന്ന് നിയമ നടപടി ഉണ്ടാകണം. ദളിത് കുട്ടികൾക്കായി അപ്പോയിന്റ്മെന്റിന് വിളിച്ച ദളിത് ആക്ടിവിസ്റ്റുകളോട് ഒരിക്കൽ ലൈംഗിക ചുവയിൽ മോശമായി സംസാരിച്ച വിനായകൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഒരു പ്രതിനിധിയുമല്ല. പുറത്തിറങ്ങി പറഞ്ഞാൽ നല്ല അടി കിട്ടുന്ന വാക്കുകൾ പറയുന്നത് ഒരു കലാകാരനെ വില കൂട്ടുന്നുമില്ല. സാമൂഹ്യ നീതിക്ക് വേണ്ടി ഉയരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കുകയാണ്, അല്ലാതെ സാമൂഹ്യ വിമർശനമല്ല ഈ അസഭ്യം. വിനായകന്റെ പോസ്റ്റിന് കൈയടിച്ചവരിൽ ഇടതുപക്ഷമെന്ന് അഭിമാനിക്കുന്ന പല പേരുകളും കണ്ടു. ഈ വൃത്തികേടിന് കൈയടിച്ച് സ്വയം നാണം കെടരുത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സൈബർ അണികൾ. കണ്ടില്ലേ, ന്യൂസ് 18ലും അതേപോലെ തന്നെ ഈ അവതാരികയ്ക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇതൊക്കെയാണ് തുറന്ന് പറയേണ്ടത്. പലരും എന്ത് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു